മഹാദേവന്റെ തൃശൂലത്താൽ സൂര്യദേവൻ വീണപ്പോൾ പ്രപഞ്ചം അന്ധകാരത്തിലായി. ആ ഒരു ശാപം എങ്ങനെയാണ് ഗണപതി ഭഗവാന്റെ വിധി മാറ്റി എഴുതിയത്? അവിശ്വസനീയമായ ഈ പുരാണ രഹസ്യം. മാലി എന്നും സുമാലി എന്നും പേരുള്ള രണ്ട് അസുരന്മാർ മഹാദേവന്റെ വലിയ ഭക്തരായിരുന്നു. ദീർഘകാലത്തെ കഠിനമായ തപസ്സിലൂടെ അവർ മഹാദേവനെ പ്രസാദിപ്പിക്കുകയും തോൽപ്പിക്കാൻ കഴിയാത്ത വരം നേടിയെടുക്കുകയും ചെയ്തു. മഹാദേവന്റെ സംരക്ഷണം ലഭിച്ചതോടെ അഹങ്കാരികളായി മാറിയ അവർ ദേവലോകത്തെ പോലും ആക്രമിക്കാൻ തുടങ്ങി. ലോകത്തിലെ ഈ സന്തുലിതാവസ്ഥ കണ്ട സൂര്യദേവൻ അവരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. തന്റെ പ്രഭാവം ഉപയോഗിച്ച് സൂര്യദേവൻ മാലിയെയും സുമാലിയെയും പ്രഹരിക്കുകയും അവർ ബോധരഹിതരായി വീഴുകയും ചെയ്തു. താൻ വരം നൽകി സംരക്ഷിക്കുന്ന ഭക്തരെ സൂര്യദേവൻ ആക്രമിച്ചത് മഹാദേവനെ പ്രകോപിപ്പിച്ചു. തന്റെ വരത്തെ സൂര്യൻ അപമാനിച്ചതായി ശിവന് തോന്നി. കരുണാനിധിയായ ശിവൻ സംഹാര രുദ്രനായി മാറി. സൂര്യദേവനോട് പിന്മാറാൻ ആവശ്യപ്പെട്ടെങ്കിലും സൂര്യൻ അത് കേട്ടിരുന്നില്ല. ഒടുവിൽ ക്രുദ്ധനായ മഹാദേവൻ തന്റെ ത്രിശൂലം സൂര്യദേവന് നേരെ പ്രയോഗിച്ചു. മഹാദേവന്റെ ത്രിശൂലത്തിന്റെ പ്രഹരമേറ്റ് സൂര്യദേവൻ ചൈതന്യമറ്റ് ഭൂമിയിലേക്ക് വീണു. പ്രപഞ്ചത്തിന്റെ പ്രകാശമായ സൂര്യൻ അസ്തമിച്ചതോടെ ലോകം മുഴുവൻ ഭയാനകമായ അന്ധകാരത്തിലായി. തന്റെ മകൻ മരിച്ചു കിടക്കുന്നത് കണ്ട് പിതാവായ കശ്യപ മഹർഷി ദുഃഖത്താൽ തകർന്നുപോയി. ആ പിതൃഹൃദയത്തിലെ വേദന ഒരു ശാപമായി പുറത്തേക്ക് വന്നു. അദ്ദേഹം മഹാദേവനോട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ മഹാദേവ, അങ്ങയുടെ ഈ പ്രവൃത്തി കാരണം ഇന്ന് എന്റെ പുത്രൻ ഇപ്രകാരം ജീവനറ്റു കിടക്കുന്നു. ഒരു പിതാവായ ഞാൻ ഇന്ന് എത്രത്തോളം കരയുന്നുവോ അതുപോലെ ഒരു ദിവസം അങ്ങയ്ക്കും സ്വന്തം പുത്രന്റെ ശിരസ് അങ്ങയുടെ കൈകൾ കൊണ്ട് തന്നെ ഛേദിക്കേണ്ടി വരും. അന്ന് അങ്ങും ഒരു പിതാവിന്റെ വേദന അറിയും. മഹാദേവന്റെ കോപം ശമിച്ചപ്പോൾ തന്റെ പ്രവൃത്തിയിലെ തെറ്റ് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഉടൻ തന്നെ തന്റെ ദിവ്യശക്തിയാൽ സൂര്യദേവന് ജീവൻ തിരികെ നൽകി. ലോകത്ത് വീണ്ടും പ്രകാശം വരുന്നു. പക്ഷേ കശ്യപ മഹർഷിയുടെ ശാപം പിൻവലിക്കാൻ കഴിയാത്തതായിരുന്നു. വിധിയുടെ അമോഘമായ തീരുമാനത്തിന് മുന്നിൽ മഹാദേവൻ നിശബ്ദനായി ആ ശാപം സ്വീകരിച്ചു. കാലചക്രം തിരിഞ്ഞപ്പോൾ ആ പിതൃശാപം ഒരു നിഴൽ പോലെ മഹാദേവനെ പിന്തുടർന്നു. ഒടുവിൽ വിധി നിയോഗം പോലെ സ്വന്തം പ്രിയപുത്രനായ ഗണപതിയുടെ ശിരസ് തന്റെ കൈകൾ കൊണ്ട് തന്നെ ഛേദിക്കാൻ അദ്ദേഹം നിർബന്ധിതനായി. ബ്രഹ്മവൈവർത്ത പുരാണത്തിലെ ഗണേശഖണ്ഡത്തിൽ വിവരിക്കുന്ന ഈ വിസ്മയ കഥ നമ്മെ ഒരു വലിയ സത്യം ഓർമ്മിപ്പിക്കുന്നു. പ്രപഞ്ചനാഥനായ മഹാദേവൻ പോലും കർമ്മഫലങ്ങൾക്ക് അതീതനല്ല. പ്രപഞ്ചനീതി നടപ്പിലാക്കുന്ന ദൈവം പോലും ആ നിയമങ്ങളെ ആദരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നു എന്നതിന്റെ ഉദാത്തമായ ഉദാഹരണമാണിത്. കർമ്മഫലം എന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യമാണെന്നും അതിനു മുന്നിൽ സാക്ഷാൽ മഹാദേവൻ പോലും തലകുനിക്കുന്നുവെന്നും ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. ഈശ്വരനാണെങ്കിൽ പോലും പ്രപഞ്ചനീതിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. മഹാദേവന് കശ്യപ മഹർഷിയിൽ നിന്ന് ലഭിച്ച ഈ ശാപത്തെക്കുറിച്ചുള്ള കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹർ ഹർ മഹാദേവ്. ഓം വിഘ്നേശ്വരായ നമഃ.